ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് നമ്മളൊരു ഇടുക്കാച്ചി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. സുപ്പു ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കുന്ന ഒരു കിടുക്കാച്ച ഐറ്റമാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇതിന് മൂന്ന് ഐറ്റം മാത്രം മതി. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, സസ്പെൻസ് ഒന്നും പറഞ്ഞു പൊട്ടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് നമ്മുടെ കൈകൾ അടിപൊളിയാക്കാം കേട്ടോ. അപ്പോഴും മുഖവും എനിക്ക് തലയിൽ പായ്ക്ക് ഇട്ടൊക്കെ ഇരുന്നാൽ മതിയോ, കൈകളും കൂടെ നമുക്കൊന്ന് സുന്ദരമാക്കാം അല്ലേ. അപ്പോഴേ ഈ നമ്മൾ തുണി കഴിയും പാത്രം കഴിയുമൊക്കെ നമ്മുടെ കൈകൾ പാറ പോലെ ഇരിക്കും. ചുമ്മാതാ ഇപ്പോഴെല്ലാം കള്ളികളാവുള്ളത് സത്യം ഞാൻ പറയാമല്ലോ. ഇപ്പോഴും നമ്മുടെ അമ്മമാർ ചെയ്തതുപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കല്ലുമ്മയിട്ട് തല്ലി പൊട്ടിക്കുന്നുണ്ടോ തുണികളെ? ഇല്ല. എന്ന് വെച്ച് എനിക്കിവിടെ അമ്മണിയുണ്ട്, കുറച്ച് അമ്മണിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു മടിച്ചയാണ്. പിന്നെ പാത്രം കഴുകൽ എന്താ, നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് എന്തായാലും നമ്മളെ ചാമ്പലും ചകിരി ഇപ്പം നമ്മൾ മറ്റേ കമ്പിയും സ്പോഞ്ചും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ അമ്മമാരൊക്കെ എന്ന് വെച്ചാൽ ചാമ്പലും അതിൻ്റെ കൂടെ ചിലപ്പോൾ സോപ്പും ഒക്കെ ഇട്ട് അവരിങ്ങനെ പാത്രമൊക്കെ കഴുകിയ ഒരു കാലമുണ്ട്. പക്ഷെ നമ്മളൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് നല്ല അടിപൊളി സ്പോഞ്ച് മാതിരിയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പാത്രം കഴുകാനും ഒക്കെ അല്ലേ. പിന്നെ ചാമ്പലെ നമ്മൾ തൊടത്തതേ ഇല്ല. ഇവിടുത്തെ സരസ് പറയും അവർക്ക് മടിയ ചാമ്പലകത്ത് തൊടാൻ. അവത്തോ ശാമ്പയെന്ന് കാണും. ഞാൻ ചില സമയത്തെങ്ങാണ് ഞാൻ രാവിലെ ആണെങ്കിൽ എന്താ തവിയിലൊന്ന് കോരിയെടുക്കും. മടി ഈ കയ്യുമേ നമുക്ക് കയ്യും കൊണ്ട് ചാമ്പൽ വരാനൊരു മടി. അപ്പോൾ ഇതെങ്ങാണം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സരസും അങ്ങ് വയലൻ്റ് ആവും. അവക്ക് മടി ചാമ്പലെ തൊടാൻ കേട്ടോ. ചുമ്മാതാണ് ഇതൊക്കെ. നമ്മുടെ സരസുമാണ് രാവിലെ ചെയ്യുന്നത് കേട്ടോ, ചാമ്പലും അരക്കും ഒക്കെ കേട്ടോ. ചുമ്മാതാ. അപ്പോഴും നമുക്ക് നമ്മുടെ ഇന്ന് കൈകൾ നല്ല സുന്ദരമാക്കാം. പാറ പോലെ ഇരിക്കുന്ന കൈകളൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ 3 സംഭവം കൂടെ മാത്രം മതി. ഇത് കിടുക്കാച്ചി ഒരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. സുപ്പുവിൻ്റെ കൈയൊക്കെ ഇരിക്കുന്നതാണ്ടോ, സ്പോഞ്ച് മാതിരിയാണ്. ഇവരുടെ പപ്പ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, എന്താണ് നീ ജോലിയൊന്നും ചെയ്യുന്നില്ലേ, ഇവിടെ കൈയൊക്കെ സ്പോഞ്ച് മാതിരിയൊക്കെ ഇരിക്കുന്നു, നീ എന്ത് ഇവിടെ കള്ളത്തരമാണെന്ന് എൻ്റെ അമ്മയും കൊണ്ടാണ് എല്ലാ പണികളും ചെയ്യിപ്പിക്കുന്നൊക്കെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറയും ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ കള്ളത്തരവേ അല്ല കേട്ടോ, നല്ല മിടുക്കി കൊച്ചാണ്, അമ്മയുടെ മിടുക്കി മരുമോളാന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് 3 ഐറ്റങ്ങൾ മാത്രം മതി ഇതിന്. നമുക്ക് പച്ചപ്പാലെടുക്കണം കേട്ടോ. പച്ചപ്പാല്, പിന്നെ നമുക്ക് ആവണക്കെണ്ണയാണ് വേണ്ടത് കേട്ടോ. ആവണക്കെണ്ണ എടുക്കാം. പിന്നെ നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ല് മറ്റൊരു ഇല്ല കേട്ടോ, പക്ഷെ ആ ഒറിജിനൽ ഉണ്ടെങ്കിൽ നല്ല കുഴപ്പമില്ല. ഇതായാലും മതി, നമ്മൾ വാങ്ങിക്കുന്ന നമ്മുടെ അലോവേര ജെല്ലായാലും മതി. അപ്പോൾ ഇവന്മാരെ 3 പേരെയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ കൈകളിൽ നിന്ന് സുന്ദരമാക്കാം കേട്ടോ. അപ്പോഴെടുക്കട്ടെ. ഒരുപാടൊന്നും വേണ്ട. പാലെടുക്കണമെന്ന് വെച്ചാൽ ഒത്തിരി ഒന്നും തട്ടി മറിച്ച് ഒഴിക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് എടുക്കണ്ട. ആദ്യം നമുക്ക് പിന്നെടുക്കാം പാല്, അല്ലെങ്കിൽ സ്പൂൺ പിന്നെ ഇതിനകത്ത് ഇടാനൊക്കത്തില്ലല്ലോ, അഴുക്കാവത്തില്ലേ നമ്മുടെ കറ്റാർ വാഴ ജെല്ലൊക്കെ. അപ്പോൾ കുറച്ച് കേട്ടോ, ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ. ഇതിന് 1 സ്പൂൺ എടുക്കാം കേട്ടോ. എൻ്റെ എപ്പോഴും കൊച്ചു സ്പൂണുകളാട്ടോ. അപ്പോഴും ഒരുപാടൊന്നും എടുക്കണ്ട, ഇച്ചിരിയും കൂടെ അതൊന്നും അറിയാനുണ്ടായിരുന്നു. അപ്പോഴത്രയും മതി കേട്ടോ. അതെടുത്തു. ഇനി നമുക്ക് ആവണക്കെണ്ണ. അപ്പോഴപ്പോഴും ഇതൊക്കെ അടച്ച് വയ്ക്കണം കേട്ടോ. നമുക്ക് ആവണക്കെണ്ണ എടുക്കാം. അതും കളയാതൊക്കെ എടുത്തോണം കേട്ടോ. ഇത് നമ്മുടെ ആ 1 സ്പൂണിന് കറക്റ്റ്. ഇച്ചിരി ദൂരമായി പോയി കേട്ടോ, എനിക്ക് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം പാട്, സാരമില്ല. അപ്പോഴെടുത്തു. പിന്നെ അവസാനം നമുക്ക് വേണ്ടത് നമ്മുടെ പച്ചപ്പാല് കേട്ടോ. പച്ചപ്പാല് മടിയിലൊക്കെ വെച്ചെടുക്കാനേ ഒക്കുന്നുള്ളൂ. ഇന്ന് നമുക്ക് അവിടെ ആയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ വീട്ടിൽ
പച്ചപ്പാൽ ഒത്തിരി ഒന്നും വേണ്ട, ഈ അളവിന് തന്നെ നമുക്ക് എടുക്കാം. പാത്രം താഴെ ഇരിപ്പുണ്ട് കേട്ടോ, പോകുന്നത് അതിനകത്തോട്ട് വീഴുന്നേ. അപ്പോഴേ അത്ര എടുത്തു. ഇത് 3 എടുത്ത് എന്നിട്ട് ഇത് നമുക്കൊരു ക്രീം പോലെ ആക്കണം. ഇത് സംഭവം ഇങ്ങനെ ഇത്തിരി നേരം ഒന്നിച്ച് മെനക്കണം. ഒരു ഇതേ നമ്മൾ മുഖത്തിൽ നിന്ന് ക്രീം ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിന് ഇപ്പം തന്നെ ആയി. അതാണ്ടോ ആ ഒരു ക്രീം പരുവത്തിന് നമുക്കിത് കിട്ടും. ഇച്ചിരി നേരം എന്തായാലും മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ക്രീം ആക്കുന്നത് നിർത്തരുത്. നന്നായിട്ട് നമുക്കിതാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കൈകളെ സുന്ദരമാക്കുന്ന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. വമ്പിച്ച വടംവലി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഓണമാകുമ്പോൾ? അതുപോലെയാണ് എൻ്റെ കാര്യം. വമ്പിച്ച വടംവലിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് അപ്പോഴതുകൊണ്ട് നമ്മുടെ ജോലികളൊക്കെ രാവിലെ തീർന്നു. പിന്നെ എന്താ നോയമ്പായിട്ടൊക്കെ നിൽക്കണ്ടേ, നാളെയാണല്ലോ ബലിയിടാനൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എൻ്റെ ജോലികളും കഴിഞ്ഞു, കുളിയും നനയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചോറിന് അരിയൊക്കെ ഇടപ്പേണ്ടി, അപ്പോഴെല്ലാം നമ്മൾ ചായയും ഒക്കെ ഇടുന്നത് രാവിലെ കുളിച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവർ നോയമ്പൊക്കെ നിൽക്കുന്നത് കൊണ്ടേ ബലിയിടുന്നതൊക്കെ കൊണ്ട് നമ്മുടെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോഴും വീണ്ടും നമ്മൾ എടുത്തു. കൈകൾ സുന്ദരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തണുപ്പുണ്ട് കേട്ടോ. ഇത് നല്ല തണുപ്പുണ്ട്. നമുക്ക് പിന്നെ കഴിയങ്ങ് വേണമെങ്കിൽ കൈയും കളയാം, അല്ലെങ്കിൽ അങ്ങനെ അങ്ങിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ കഴിയാൽ മതി. ഒരു അരമണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. ഞാൻ കുറച്ചല്ലേ എടുത്തുള്ളത്. ഇത്രയും നമ്മൾ എടുത്തത് കൊണ്ട് അത് തീർന്നു കിട്ടി. ഒരുപാടുണ്ടാക്കി നശിപ്പിച്ച് കളയണ്ട. നമുക്ക് അപ്പോഴപ്പോഴും ഉണ്ടാക്കാമല്ലോ, വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാമല്ലോ. വെറുതെ ഞാൻ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും ഞാൻ ഒന്നും ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കത്തില്ല. ഫ്രിഡ്ജിൽ അങ്ങനെ കൊണ്ടുവച്ചിട്ടതേ ഇല്ല. ഈ വിരളയിലും അതൊക്കെ ഇങ്ങനെ ഒന്ന് തടവും. എന്താടി കൈക്കൊക്കെ നല്ല സോഫ്റ്റ്നെസ് പപ്പ യോഗിക്കുന്നു കേട്ടോ. മിക്കവാറും മോളിവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ പറയും ഞാൻ കള്ളിയാണെന്ന്, ജോലിയൊന്നും ചെയ്യത്തില്ലെന്നൊക്കെ പറയും കേട്ടോ. ആഹാ, ഇന്ന് പിന്നെ പറയും വേണ്ട, ഇന്ന് ചെയ്ത് പറഞ്ഞാൽ പറയും വേണ്ട കേട്ടോ. അപ്പോൾ ഈ കൈകളും വിരലും ഒക്കെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ നമുക്ക് കാലിലും ചെയ്യാം കേട്ടോ. കാലിലും ചെയ്യാം, ഇതുപോലെ നമുക്ക് ചെയ്യാം. ആരെങ്കിലും ആണോ? ഞാനെന്നാൽ ഇതൊക്കെ പാട്ട് വെട്ടി എടുത്തോണ്ട് ഒറ്റ ഓട്ടം പോടും കേട്ടോ. അത് കുഴപ്പമില്ല. ഇതാകുമ്പോൾ ആരും ഒന്നും അറിയത്തില്ല. നമ്മുടെ പായ്ക്ക് മുഖത്ത് എന്തെങ്കിലും പായ്ക്ക് ഇടുവാന്നെങ്കിലേ ഉള്ളൂ ഞാൻ എടുത്തുകൊണ്ട് ഓടുന്നത്. ചില സമയത്ത് പെട്ടുപോകും ഞാൻ കേട്ടോ. ഇതെങ്ങനെ നമ്മുടെ വാസലിനൊക്കെ തേക്കത്തില്ലേ, അതുമാതിരി ഒരു എന്താ അങ്ങനെ ഇരിക്കത്തുള്ളൂ ഇത് കേട്ടോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചും അസ്വസ്ഥതകളൊന്നും തോന്നാറില്ല ഇത് ചെയ്യുമ്പം കേട്ടോ. പിന്നെ ചിലർക്ക് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ഇത്തിരി നേരം ഇരിക്കാം കേട്ടോ. ഇരുന്നിട്ട് പിന്നെന്താ, നമുക്ക് വേണമെങ്കിൽ ഇത് കഴുകിക്കളയാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കഴിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. ഈ നമ്മുടെ പാലിൻ്റേതായിട്ടുള്ള ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇടുക്കച്ചി ഐറ്റം ആണെന്ന് ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. 100ൽ 100 മാർക്ക് കൊടുക്കണം ഇതിനൊക്കെ കേട്ടോ. കൊടുക്കുമോ നിങ്ങൾ? കൊടുക്കുന്നവരൊക്കെ കൈവക്ക്. 100ൽ 100 മാർക്ക് കൊടുക്കുന്നവരൊക്കെ ആരും 100ൽ 100 മാർക്ക് കൊടുക്കത്തില്ലയോ? കൈവക്കിയില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഇവിടെയൊക്കെ. പിന്നെ ഈ വിരലൊക്കെ നല്ല സുന്ദരമാക്കണം കേട്ടോ, സുന്ദരമാക്കണം. ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവട്ടെ, സോഫ്റ്റ് ആവും നമ്മുടെ കൈകളൊക്കെ കേട്ടോ, സോഫ്റ്റ് ആവും ഇതൊക്കെ ചെയ്യുമ്പോൾ. വല്ലപ്പോഴൊക്കെ നിങ്ങളിങ്ങനെ ചെയ്യണം. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം കേട്ടോ. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം നമ്മൾ, അല്ലേ? ചികിത്സകളുണ്ട് സുപ്പുവിൻ്റെ അതിലായിട്ട്, അതൊക്കെ ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങനെ ചെയ്യാം, അപ്പോൾ നമ്മുടെ കൈയൊക്കെ മനോഹരമാവും. എനിക്ക് എപ്പോഴും എൻ്റെ ഇടത് കൈ ഇഷ്ടം കേട്ടോ. എപ്പോഴും എനിക്ക് എന്താണെന്നറിയത്തില്ല, ഇടത് കൈ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ, നമ്മൾ തേക്കുമ്പം തന്നെ നമ്മുടെ ആ ഒരു ഇതെന്താണെന്ന് എനിക്ക് തോന്നുന്നത് വളഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ 2 കൈയും തമ്മിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ ഒടിഞ്ഞതിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുക. ഒടിഞ്ഞിട്ടില്ല, ഒടിഞ്ഞത് വലത് കൈ കേട്ടോ. ഇതേണ്ട കേട്ടോ, ഇവിടെ ഭാഗം
ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കൈ ഒടിഞ്ഞിട്ടുണ്ടോ എന്ന്. പക്ഷേ ഈ കൈ എൻ്റെ ഇവിടുന്ന് വിട്ടുമാറിയിട്ടുണ്ട് കേട്ടോ, മുട്ടിൻ്റെ അവിടെ നിന്ന് വിട്ടുമാറിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ദൈവമേ എനിക്ക് ഓർക്കാൻ വയ്യ കേട്ടോ. അപ്പോഴതേ ഉണ്ടോ എൻ്റെ ഇവിടെ ഉണ്ടോ, ഇവിടെ കണ്ടോ വാച്ചൊക്കെ ഇട്ടാലും ഉണ്ടല്ലോ ഇവിടെ വന്നിരിക്കും വാച്ച്, കണ്ടോ വ്യത്യാസം കണ്ടോ. പക്ഷേ ഈ ഒരു കൈക്ക് അങ്ങനെയില്ല, ഈ കൈ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു, സാധാ കൈ. ഈ കൈക്ക് ഇതേ ഇവിടെ ഇങ്ങനെ മാംസം ഇങ്ങനെ തള്ളിയിരിക്കും, എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോഴും നമ്മുടെ കൈയൊക്കെ നമ്മൾ മനോഹരമാക്കി അടിപൊളിയാക്കി നമുക്ക് ഇനി ഈശ്വര പ്രാർത്ഥനയൊക്കെ പിന്നെ ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോഴേ നമ്മളിങ്ങനെ ചെല്ലത്തില്ല. അപ്പോഴും എത്ര പേര് നമ്മൾ സ്കൂളിലൊക്കെ ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ എത്ര പിള്ളേർ നമ്മുടെ കൈകളിലൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലേ കൊച്ചുനാളിൽ. ഇപ്പോഴും ഇതൊക്കെ നമുക്കത് നമ്മളതൊക്കെ ചിന്തിക്കുന്നത്. അപ്പോഴും ദൈവമേ ദൈവമേ കാത്തുകൊള്ളുക അങ്ങനെ കണ്ടൊരു പാട്ടുണ്ടല്ലോ, എനിക്ക് ആ ഒരു പാട്ടങ്ങ് മാറുന്നു. ചില സമയത്ത് അത് ഓർമ്മ വരും കേട്ടോ. ഇന്നാളിൽ ഞാനത് അപ്പോഴും നമ്മുടെ ഇന്നത്തെ നമ്മുടെ എന്താ കയ്യെ സുന്ദരമാക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. സ്ത്രീകളല്ല പുരുഷന്മാർക്കും ചെയ്യാം, അവരുടെയും കൈകളൊക്കെ സുന്ദരമാവട്ടെ. അവരൊക്കെ ജോലിയൊക്കെ ചെയ്ത് തഴമ്പിച്ചൊക്കെ ഇരിക്കുന്ന കൈകൾ അപ്പോൾ ചേച്ചിമാരൊക്കെ ചെയ്ത് കൊടുക്കണം. ചേട്ടനെ രാവിലെ അങ്ങോട്ട് മയക്കി അഴിക്കണം. ചേട്ടാ ഇഞ്ഞു വാ ഞാൻ ചെയ്തു തരാം, ചേട്ടന് വയ്യാങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ പിടിച്ചിരുത്തി കേട്ടോ. ഇതൊക്കെ ചെയ്തു കൊടുക്കണം. അതാണ് ഒരു നല്ല ഭാര്യയുടെ ധർമ്മം കേട്ടോ. ഞാൻ ചോദിക്കും സുപ്പുവിൻ്റെ ചേട്ടനെ ഓടിക്കും കേട്ടോ ഇതൊക്കെ കൊണ്ടുവന്നാൽ. അപ്പോഴെന്നോട് പറയും നീ അങ്ങ് ഇട്ടു കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം, നമ്മുടെ കൈകളൊക്കെ സുന്ദരമാവും. ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. അപ്പോഴും നല്ല കിടുക്കാച്ച ഐറ്റങ്ങളുമായിട്ടാണ് ഇന്നും ഞാൻ വരുന്നത് നിങ്ങളുടെ അടുത്ത്. അപ്പോഴും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം എല്ലാവരോടും കേട്ടോ. അപ്പോഴും ദൈവ നേതാക്കന്മാരൊക്കെ കൈകൂപ്പി നിൽക്കുന്നത് പോലെ ഞാനങ്ങ് നിൽക്കുക. അതെന്ന് വെച്ചാൽ നൈറ്റിക്കകത്ത് ആവണ്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ എന്താ ഈ കൈകളൊക്കെ സുന്ദരമാക്കുന്ന അടിപൊളി ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കൊക്കെ ചെയ്തിട്ട് പോകണം. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളിൽ നിന്ന് അകന്നുപോയ നമ്മുടെ പ്രതികൾക്കൊക്കെ അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ വാവല്ലേ, അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേ നമ്മുടെ അപ്പം മരിച്ചു പോയിട്ട് ഇപ്പം 10-11 വർഷമായി കേട്ടോ. അപ്പോഴേ മരുമോള് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ വിവരമൊക്കെ അറിഞ്ഞോ എന്തോ. ഞാനെല്ലാം പറഞ്ഞിട്ടാ അന്ന് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, പ്രാർത്ഥിച്ചിട്ടൊക്കെ അല്ലേ ഒരു കുഞ്ഞു ചാനലാണെങ്കിലും നമ്മൾ തുടങ്ങത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാനൊരു കുഞ്ഞു ചാനലൊക്കെ തുടങ്ങാൻ പോവാം, അപ്പം എന്നെ അനുഗ്രഹിക്കണം. അതിപ്പോഴാണേലും നമ്മൾ കേട്ടോ ഞങ്ങളുടെ അടുത്തുനിന്ന് പോയെന്ന് അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതേ പഴയ പെരയിലൊക്കെ ഇപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കഥ പറയണമല്ലോ. ഇപ്പോഴാണെങ്കിലും ഞാൻ പിള്ളേരെ കേൾക്കൊന്നും പറയത്തില്ല. ചില സമയത്ത് നമ്മുടെ പഴയ വീട് അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തുണ്ടല്ലോ. ചില സമയത്ത് ആ വീട്ടിൽ ചെന്ന് കയറുമ്പോഴുണ്ടല്ലോ ഇതേപോലെ നമ്മുടെ അപ്പൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ കേട്ടോ. ഞാനപ്പോഴും ഓടുന്നത് എനിക്ക് പേടിയാണ്. ആരും ഇല്ലല്ലോ അതിനകത്ത്, എനിക്ക് പേടിയാണ്. അപ്പോഴും ഞാൻ ആ കിടക്കുന്നത് നമ്മളതൊന്നും മാറ്റിയിട്ടില്ല, അങ്ങനെയൊക്കെ തന്നെ കട്ടിലും എല്ലാം അങ്ങനെ തന്നെ കിടക്കുക. അപ്പോഴെനിക്ക് ആ ഒരു രംഗങ്ങളൊക്കെ ഓർമ്മ വരും. പെട്ടെന്ന് ഞാൻ അതിനകത്തുനിന്ന് ഇറങ്ങി ഓടും, എനിക്ക് പേടിയാണ്. ആരും കാണത്തില്ല എൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയെന്നേ ഉള്ളൂ. പക്ഷേ ഇവരെല്ലാവരും നമ്മുടെ കൂടെ നമുക്ക് വഴി കാണിച്ചു തരുന്നതെല്ലാം അവരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങൾക്ക് നേർവഴികൾ കാണിച്ചു തരണം ഞങ്ങളുടെ മക്കൾക്ക്, ഇതൊക്കെയല്ലേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നാളെ വൈകിട്ടൊക്കെയല്ലേ വരുന്നുള്ളൂ. അപ്പോഴത്തേനും വാവൊക്കെ കഴിഞ്ഞിട്ട് കഷ്ടാക്കില്ല. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.